പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു. വൈകിട്ടത്തെ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്നും കോൺഗ്രസ്. This cowardly and calculated act of terror, masterminded by Pakistan, is an assault, direct assault on the values of our republic. The deliberate targeting of Hindus was done to inflame passions across the country. We appeal for calm in the face of this grave provocation and reaffirm our collective strength in the face of adversity. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച് നാളെ രാജ്യവ്യാപകമായി കോൺഗ്രസ് മെഴുകുതിരി മാർച്ച് നടത്തും. വിവരങ്ങളുമായി വിനീത വിജി ഡൽഹിയിൽ നിന്നും, ഒപ്പം പഹൽഗാമിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നു. ആദ്യം പഹൽഗാമിലേക്ക് പോകുന്നു. പഹൽഗാമിൽ ഈ ആക്രമണം നടന്ന ബൈസ്രൺ വാലിക്കടുത്ത് നിന്നാണ് ഇപ്പോൾ ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുന്നത്. ബൽറാം, നിലവിലെ സാഹചര്യം പഹൽഗാമിലും ഒപ്പം പരിസര പ്രദേശങ്ങളിലും എന്താണ്? അതീവ സുരക്ഷാ മേഖലയാണ് ആ ഇടങ്ങളൊന്നാകെ, പക്ഷെ അവിടെയാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിന് പിന്നാലെ നിലവിലെ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്താണ്? അവിടുത്തെ ജനങ്ങൾ എന്താണ് പറയുന്നത്? പ്രജിൻ, ബൈസരൻ വാലിയിലും പ്രദേശത്തും ഇപ്പോഴും ഭീതിയുടെ പിടിയിൽ തന്നെയാണ്. സൈന്യം പൂർണ്ണമായി ഈ ബൈസരൻ വാലിയിലെ ആക്രമണമുണ്ടായ ഈ വ്യൂ പോയിന്റ് സൈന്യം വളഞ്ഞിരിക്കുകയാണ്. വലിയ വിന്യാസം, സൈനിക വിന്യാസം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം NIA ഉദ്യോഗസ്ഥർ അടക്കമുള്ള സംഘം ഇവിടെ പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഇതുവരെ 2 സംഘങ്ങളാണ് ഇവിടെ ഈ ആക്രമണമുണ്ടായ സ്ഥലത്ത് പരിശോധന നടത്തിയത്. ഇന്ന് പുലർച്ചെ ജമ്മു കശ്മീർ പോലീസിന്റെ കമാൻഡോ സംഘം ഇവിടെ പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് അല്പസമയം മുമ്പാണ് IBയിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം ഇവിടെ പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത്. NIAക്കൊപ്പം IBയും ഇന്റലിജൻസ് ബ്യൂറോയും ഈ കേസ് അന്വേഷിക്കുന്നു. അവിടെ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിച്ചേർന്നത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് അവരെ ഇവിടെ എത്തിച്ച് പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഇവിടെ നിന്നും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് ഈ മേഖലയിൽ നിന്നും മാറാൻ ആവശ്യപ്പെട്ടത്. കാരണം തന്ത്രപ്രധാനമായ പരിശോധനകളാണ് ഇപ്പോൾ അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ജമ്മു കശ്മീർ പോലീസ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് നമ്മൾ രാവിലെ ഇവിടെ എത്തിയ ഉടനെ നൽകിയ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഈ താഴ്വരയിൽ ആക്രമണം ഉണ്ടായ പ്രദേശത്ത് കടകൾ ഉണ്ടായിരുന്നു. ആ കടകളിൽ നിന്നുള്ള ഗ്യാസ് സിലിണ്ടറുകൾ അടക്കമുള്ളവ താഴെ ചിതറിക്കിടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ആ ദൃശ്യങ്ങളിൽ. ആ ഗ്യാസ് സിലിണ്ടറുകൾ ചില ആളുകൾ അവിടെ നിന്നും മാറ്റാൻ ശ്രമിച്ചു എന്ന് ആണ് സൈന്യം കണ്ടെത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത് വലിയ തോതിലുള്ള സൈനിക വിന്യാസം ഉണ്ടായിട്ടും അതിനിടെ ഈ സിലിണ്ടറുകൾ അവിടെ നിന്നും നീക്കാനുള്ള ശ്രമമുണ്ടായി. പ്രദേശവാസികളല്ല ആ നീക്കം, അല്ലെങ്കിൽ ഈ കട ഉടമകളോ അല്ല ഈ നീക്കത്തിന് പിന്നിൽ എന്ന് വ്യക്തമായിട്ടുണ്ട് അന്വേഷണത്തിന്. ഈ ഒരു സാഹചര്യത്തിലാണ് അത് ആര് എന്ന് തിരിച്ചറിയാനുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിന് പിന്നിൽ ഈ ഭീകരവാദികളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ബന്ധമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് നമുക്ക് കാണാം പ്രജിൻ ദൃശ്യങ്ങളിൽ ഈ പൈൻമരക്കാടുകൾ തിങ്ങി നിറഞ്ഞ പ്രദേശമാണ്. ഇവിടെ ഇതിന് തൊട്ടുമുകളിലായാണ് ആ സിലിണ്ടറുകൾ കാണപ്പെട്ടത്. ആ സിലിണ്ടറുകൾ നേരത്തെ ഈ കടകൾക്ക് പുറകുവശത്ത് വെച്ചതായിരുന്നു. അത് ആളുകൾ ചിലർ എത്തി അത് അവിടെ നിന്നും നീക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സമീപ പ്രദേശത്തൊന്നും തന്നെ സ്ഥിരതാമസമുള്ള ആളുകളില്ല. ഏതാണ്ട് 2 കിലോമീറ്ററോളം അകലെയാണ് ഏറ്റവും അവസാനത്തെ വീടുള്ളത്. അവിടെയുള്ള ആളുകളെ കൃത്യമായി തന്നെ ഈ അന്വേഷണ സംഘം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അവരല്ല ഇതിന് പിന്നിൽ എന്ന് വ്യക്തമായിട്ടുമുണ്ട്. അപ്പോൾ ഇത് ആര് എന്നുള്ള ഒരു ചോദ്യം, അത് ഒരു സംശയം ഈ പ്രദേശത്ത് വീണ്ടും നിലനിർത്തുന്നുണ്ട്. ഒരു ജാഗ്രതാ നിർദ്ദേശം ഇതിനെ തുടർന്ന് നൽകിയിട്ടുണ്ട് പ്രത്യേകമായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണം ഈ താഴ്വരയിൽ, ഈ പൈൻമരക്കാടുകൾ നിറഞ്ഞ താഴ്വരയിൽ മുഴുവനായും സൈന്യത്തെ വിന്യസിച്ച് അരിച്ചു പെറുക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സംഘത്തിനും. ഒപ്പം തന്നെ നേരത്തെ ആക്രമണം നടത്തിയ സംഘം ഈ പ്രദേശത്ത് തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന ഒരു കണക്കുകൂട്ടൽ ജമ്മു കശ്മീർ പോലീസിനുണ്ട്. കാരണം ഈ ആക്രമണം നടന്ന് വിവരമറിഞ്ഞ ഉടൻ തന്നെ ബന്ധപ്പെട്ട മുഴുവൻ ഏജൻസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുകയും അത്തരത്തിൽ ഇവർ ഈ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള പഴുതുകൾ അടയ്ക്കുകയും ചെയ്തിരുന്നു എന്നാണ് ജമ്മു കശ്മീർ പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വനമേഖലയിൽ എവിടെയോ
ഭീകരർ ഇപ്പോഴും ഒളിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ബൽറാം, അവിടെ ഈ കണക്കാക്കുന്നത്. പ്രാദേശിക സഹായം സ്വാഭാവികമായിട്ടും അവർക്ക് ലഭിച്ചിട്ട് കാണും എന്നൊക്കെയുള്ള ചില അനുമാനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതേക്കുറിച്ച് ജനങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവിടുത്തെ ആൾക്കാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ ഭീകരപ്രവർത്തകരുമായി അല്ലെങ്കിൽ അത്തരം ഭീകര സംഘടനകളുമായി പ്രവർത്തിക്കുന്നവർ ആ മേഖലയിൽ ഉണ്ട് എന്നതൊക്കെയുള്ള ചില സൂചനകളൊക്കെ അവിടെ ജനങ്ങൾക്ക് ഒരുപക്ഷെ നൽകാൻ കഴിയുമല്ലോ. അത്തരം വിവരങ്ങളൊക്കെ ആരെങ്കിലും പുറത്തു പറയുന്നുണ്ടോ? പ്രജിൻ, ഈ മേഖലയിൽ സ്ഥിരതാമസമുള്ളവർ ഈ പ്രദേശത്ത് ഇല്ല. ഏതാണ്ട് 2 കിലോമീറ്റർ അകലെയാണ് ഇവിടെ ഈ ബൈസരൻ വാലിക്ക് അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള വീട്. അവിടെ മജീദ് എന്ന അയാളും അയാളുടെ കുടുംബവുമാണ് കഴിയുന്നത്. 7 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ആ വീട്ടിൽ കഴിയുന്നത്. അയാളുടെ 3 പെൺമക്കളും ഒരു മകനും അടക്കമുള്ളതാണ് ആ കുടുംബം. അവരുമായി നമ്മൾ സംസാരിച്ചിരുന്നു രാവിലെ. അപ്പോൾ ഈ ആക്രമണത്തെക്കുറിച്ചോ അതിനുശേഷം ഭീകരർ പോയത് സംബന്ധിച്ചോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഭീകര സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട് എന്ന് ഒരിക്കലും തനിക്ക് തോന്നിയിട്ടില്ലെന്നാണ് മജീദ് പറഞ്ഞത്. കഴിഞ്ഞ 26 വർഷമായി ഇവിടെ അത്തരത്തിൽ യാതൊരു ആക്രമണവും ഭീകരവാദ സാന്നിധ്യവും ഉണ്ടായിട്ടില്ല. തീർത്തും സമാധാനപരമായ ഒരു പ്രദേശമായി തന്നെയാണ് ഈ ബൈസരൻ വാലിയെ കണക്കാക്കിയിരുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ സൈന്യത്തിൻ്റെയോ മറ്റോ വിന്യാസം ഇല്ലാതിരുന്നതും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സംശയം ഏറ്റവും അടുത്ത നാട്ടുകാർ താമസക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം പറയുന്നില്ല. മറിച്ച് ഈ പ്രദേശത്ത് സീസൺ സമയത്ത് എത്തുന്നത് കുതിരക്കാരാണ്, കച്ചവടക്കാരാണ്. അവരാരും തന്നെ ഇപ്പോൾ ഈ പ്രദേശത്ത് ഇല്ല. കാരണം ഇവിടെ പൂർണ്ണമായും അടച്ചിരിക്കുന്നു. വിനോദസഞ്ചാരികൾ വരുന്നില്ല, വരുന്നവരെ തന്നെ കടത്തിവിടുന്നില്ല. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുന്നു, പരിശോധനകൾ നടക്കുകയാണ്. ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നു. ആ ഭീകരർ ഇവിടെ തന്നെ തുടരുന്നു, വനമേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഇവിടെ ആളുകൾ ഇനി വരുന്നതിന് വലിയ ഭീഷണിയും ഉയർത്തുന്നുണ്ട്. ഏത് സമയം ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.